പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇൻസ്റ്റൻ്റ്ലി ഹാപ്പി ആവാൻ എന്ത് ചെയ്യണം, ഇൻസ്റ്റൻ്റ്ലി എങ്ങനെ ഹാപ്പി ആവാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് IT പ്രൊഫഷണൽസൊക്കെ ഇങ്ങനെ ചെയ്ത് കോഡിങ് ചെയ്തും പ്രോഗ്രാം ചെയ്തും ഡള്ളായിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഹാപ്പി ആകാനായിട്ട് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ചില ടിപ്സാണ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങളുടെ ഒരു മൂഡ് ലിഫ്റ്റ് ഉണ്ടാകണം. നമ്മൾ കുറേ ഒരേ കാര്യത്തിൽ തന്നെ മൊണോട്ടനസ്സായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പം നമ്മളുടെ മൂഡ് ലോ ആയി നമ്മൾ വല്ലാത്ത ഒരു എക്സോസ്റ്റഡ് ഫീലിംഗ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ആങ്കറിങ് ടെക്നിക്ക് എന്ന് അതിന് പറയും. ആങ്കറിങ് ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്ഥലത്തൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നൊരു മൂഡിലിരുന്നിട്ട് നമ്മുടെ ലൈഫിലെ നല്ല അച്ചീവ്മെൻറ്റ്സ് അല്ലെ നല്ല മൊമെൻറ്റ്സ്, ഫീൽ ഗുഡായിട്ടുള്ള മൊമെൻറ്റ്സിനെയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ആ മൂഡ് ഷിഫ്റ്റിംഗ് ഒന്ന് ചെയ്തെടുക്കുക. അത് ചിലർക്ക് ഒരു കോഫി കുടിക്കാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചിറ്റ്ചാറ്റായിരിക്കും. എന്തായാലും അങ്ങനെ നമുക്ക് മൂഡ് ലോ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അതിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാതെ മൂഡിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. സെക്കൻഡ് വൺ ഈസ് ഫ്രഷ് എയർ. ഫ്രഷ് എയർ എപ്പോഴും നമ്മൾക്ക് എക്സോസ്റ്റഡ് ഫീലിങ്ങിൽ നിന്ന് പെട്ടെന്ന് ഹാപ്പി ആകാനുള്ള ഒരു നല്ല വഴിയാണ് ഫ്രഷ് എയറിലേക്ക് ഇറങ്ങുക. ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പം നമ്മൾ എക്സോസ്റ്റഡ് ആവും, ലോ മൂഡിലേക്കാകും. അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടറും കൂടെ ഉണ്ടായാൽ ആങ്കർ പെട്ടെന്ന് ബേസ്റ്റ് ഔട്ട് ആവും. അതുകൊണ്ട് ഫ്രഷ് എയറിലേക്ക് മൂവ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഹാപ്പിനെസ് കൊണ്ടുതരും. നെക്സ്റ്റ് തിങ് ഈസ് സൺഷൈൻ സ്മൈൽ എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. നമുക്ക് സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങിയും വൈറ്റമിൻ D മാക്സിമം നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഫോക്കസിലേക്ക് പോവുകയും ചെയ്താൽ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ചുണ്ടുകളിൽ സ്മൈല് വരും. അപ്പം നമ്മൾ വളരെ ലോ മൂഡാണെന്ന് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾ ഒരു ബീച്ച് വോക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൺഷൈൻ സ്മൈൽ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയും നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഹാപ്പി ആകാനായിട്ട് സാധിക്കുകയും ചെയ്യും. മ്യൂസിക് മാജിക് നമ്മളിത് പലപ്പോഴും ചെയ്യുന്നതായിരിക്കും. ലോ മൂഡിലാവുമ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ ലോ മൂഡിലല്ല, ഇപ്പോൾ എപ്പോഴും മ്യൂസിക് കേൾക്കുന്നത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക്കൽ നമ്മളിങ്ങനെ നമുക്ക് വളരെ ഇഷ്ടമുള്ള ചില മ്യൂസിക്കുകൾ നിങ്ങൾ ഒരു ഫയലാക്കി വെക്കുകയും നമ്മളങ്ങനെ വളരെ എക്സോസ്റ്റഡ് ആയി എന്ന് തോന്നുന്ന സമയത്ത് അത് പ്ലേ ചെയ്യുകയും മറ്റ് പല ആക്ടിവിറ്റീസ് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ട് അത് കേൾക്കുകയല്ല, അതൊരു സൈലൻ്റായിട്ട് കാമായിട്ട് ഇരുന്നുകൊണ്ട് കേൾക്കാനായിട്ട് നമ്മൾ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ അത് കേൾക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതിനെ ഒരു മ്യൂസിക്കൽ മാജിക് എന്ന് തന്നെയാണ് പറയുന്നത്. മ്യൂസിക് ഹാസ് എ ഗ്രേറ്റ് ഹീലിംഗ് കപ്പാസിറ്റി. സോ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഹാപ്പി ആയിട്ട് വരാനായിട്ടുള്ള ഒരു നല്ല ടിപ്പാണ് മ്യൂസിക് മാജിക്. നെക്സ്റ്റ് ഈസ് വാട്ടർ വണ്ടർ എന്നാണ് പറയുന്നത്. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. ഒരു സൈലൻ്റായിട്ട്, അതും ഒരു മെഡിറ്റേറ്റീവ് വാട്ടർ തെറാപ്പി എന്ന് തന്നെ പറയും. മെഡിറ്റേറ്റീവായിട്ടൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം വളരെ സൈലൻ്റായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് കുടിക്കുന്ന ഒരു ഫീലിലേക്ക് കൊണ്ടുവരിക. വാട്ടർ തെറാപ്പി എന്ന് തന്നെയാണ് പറയുന്നത്. വണ്ടർ മാജിക്കായിട്ടുള്ള ഒരു മൂഡ് ഷിഫ്റ്റ് നമുക്കതിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ പോസിറ്റീവ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനൊരു ചെറിയ നന്ദി പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ആവുന്നത് കാണാം. പോസിറ്റിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സിലേക്ക് കയറി വരുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. അതൊരു ഗ്ലോ തന്നെ, നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആവുന്ന പോലെ നമുക്ക് നമ്മുടെ മൂഡ് ഗ്ലോ ആക്കാൻ, ഹാപ്പി ആക്കാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ലാഫ്റ്റർ ലിഫ്റ്റ്. എന്തെങ്കിലും ഒരു ഫണ്ണായിട്ടുള്ള, വളരെ ഫണ്ണിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും, ആരും ഇരുന്ന് ചിരിക്കരുത് കേട്ടോ. കാണാതെ മീൻസ് നമ്മളെ തെറ്റിദ്ധരിക്കാത്ത രീതിയിലൊന്ന് ചിരിക്കുന്നത് നമ്മളെ പെട്ടെന്നൊരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരാൻ, ആരെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ സദസ്സിലൊക്കെ പൊട്ടിച്ചാൽ നമ്മൾ തന്നെ പൊട്ടിച്ച തമാശകളൊക്കെ ഓർത്ത് ഒന്ന് ചിരിക്കുന്നത് നല്ലതാണ്. ഒരു ലാഫ്റ്റർ ഒരു ലിഫ്റ്റിംഗ് തന്നെയാണ്. നമ്മളെ പെട്ടെന്ന് ആ ലോ മോഡിൽ നിന്ന് ഒരു പീക്കിലേക്ക്, ഹാപ്പിനെസ്സിൻ്റെ ഹൈക്കിലേക്ക് അത് ലിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് തിങ് ഈസ് കൈൻഡ്നെസ് കിക്ക്. എന്തെങ്കിലും ഒരു കൈൻഡ്നെസ് ആക്ടിവിറ്റി ചെയ്യുക. നമുക്കൊരു അത് വലിയ എമൗണ്ടുകൾ കൊടുത്ത് ചാരിറ്റി ചെയ്യണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഒരാളൊരു സാധനം എടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കൈ താങ്ങ് കൊടുക്കുന്നതായിരിക്കും. ഒരു കൈൻഡ്നെസ് കിക്ക് നമ്മളെ പെട്ടെന്ന് ഒരു ഹാപ്പിനെസ്സിലേക്ക് ലീഡ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അവസാനമായിട്ട് മൂമെൻറ്റ്.
പലപ്പോഴും നമ്മൾ ലോ മൂഡിലായിരിക്കുമ്പോൾ കുറേ നേരം നമ്മൾ ഒരേ പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. ആ പോസ്ചർ ഒന്ന് വിട്ടിട്ട് നമ്മുടെ ബോഡി മൊത്തത്തിലൊന്ന് മൂവ് ചെയ്യാനായിട്ട്, അത് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് പറ്റിയില്ലെങ്കിലും ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ നമ്മുടെ ഹെഡ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് ഷോൾഡേഴ്സ് ഒന്ന് റോൾ ചെയ്യുക. അങ്ങനെ നമുക്കൊരു മൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് പതിയെ നമ്മളുടെ സിറ്റിംഗ് പൊസിഷനിൽ തന്നെ ഒരു മൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് സ്റ്റാൻഡിങ് പൊസിഷനിലും വാക്കിങ്ങിലും ഒക്കെ ഒരു മൂവ്മെൻറ്റ്സ് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലോ മൂഡിനെ ഹാപ്പിനെസ് മൂഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ടുള്ള കുറേ ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് ഹാപ്പിയാകാൻ ഈ ടിപ്പുകളൊക്കെ അപ്പം നമ്മൾ പരീക്ഷിച്ച് നോക്കുകയല്ലേ.